സർക്രീക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ സൈനികാഭ്യാസമായിട്ടുള്ള തൃശൂൽ നടത്താനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ കിടുകിട വിറയ്ക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ സർക്രീക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ സൈനികാഭ്യാസം നടക്കുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള നീക്കം അവരും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. വലിയ നീക്കം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വലിയ നീക്കം എന്ന് പറയേണ്ടി വരും. ഇപ്പോഴിതാ പാകിസ്ഥാൻ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് സർക്രീക്ക് ഏരിയയിലെ ഫോർവേഡ് പോസ്റ്റുകളുടെ പ്രവർത്തന സന്നദ്ധത അവലോകനം ചെയ്യാൻ ആ ഏരിയയിൽ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കപ്പലിലേക്ക് 3 UK നിർമ്മിത ഗ്രിഫൻ 2400 TD ഹോവർ ക്രാഫ്റ്റുകൾ ഉൾപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇയാൾ. അതായത് അവിടേക്ക് വരുന്ന കപ്പലിലേക്ക് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് സർക്രീക്ക് മുതൽ ജീവാനി വരെയുള്ള തീരപ്രതിരോധ അല്ലെങ്കിൽ തീരദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇവിടേക്ക് കപ്പൽപ്പട ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ കപ്പൽപ്പട ലിറ്ററലി പറയുകയാണെങ്കിൽ സർക്രീക്കിലേക്ക് വരികയാണ്, അതിൻ്റെ അതിർത്തിയിലേക്ക് വരികയാണ്. ഇന്ത്യ അവിടെ വലിയ രീതിയിൽ വ്യോമാഭ്യാസം സൈനികാഭ്യാസവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ നേവിയും പാകിസ്ഥാൻ നേവിയും ഈ സൈനികാഭ്യാസം നടത്തുമ്പോൾ മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത്. ഇതൊരു സംഘർഷത്തിലേക്ക് പോകുമോ? രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ശക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് 3ാമതോ 4ാമതോ ആണ് അദ്ദേഹം പറഞ്ഞത്, യുദ്ധമുണ്ടാകും, അത് അനിവാര്യമാണ് എന്നാണ് രാജ്നാഥ് സിംഗ് വീണ്ടും പറയുന്നത്. അപ്പോഴാണ് ഇപ്പോൾ തീരപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാകിസ്ഥാന്റെ കപ്പൽപ്പട സർക്രീക്കിലേക്ക് വരുന്നത്. സമുദ്ര പരമാധികാരത്തിനും ഇന്ത്യൻ മഹാസമുദ്ര സ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകുന്ന സംയോജിത അഭ്യാസങ്ങൾക്കായി മംഗ്ലയിലെ പാകിസ്ഥാൻ ആർമിയുടെ 1 സ്ട്രൈക്ക് കോർപ്സിൽ നിന്നുള്ള സംയുക്ത ഘടകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഇതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.